അപ്പൊ ഒരു ചടങ്ങു പോലെ യാന്ത്രികമായി നാമം ചൊല്ലിയിട്ട്, അതാണ് ഇപ്പൊ കുട്ടികളൊക്കെ ചെയ്യണത്. അമ്പലത്തിൽ പോകും, പെറുപുറത്തിട്ട് എന്താ കാര്യം? നല്ലൊരു മനുഷ്യജന്മം കിട്ടി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, ശ്രദ്ധയുള്ളൊരു മനസ്സുമുണ്ട്. ഇത് രണ്ടും പ്രയോജനപ്പെടുത്തി കൃത്യനിഷ്ഠയും അനുഷ്ഠാനത്തിലൂടെയും ജീവിതത്തെ പതുക്കെ 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 തിരിച്ചുവിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രതിസന്ധികൾക്ക് മുകളിൽ കയറി നിൽക്കാൻ പ്രാപ്തമായ ഒരു മനസ്സ് അമ്മയ്ക്ക് ഉണ്ടാവും. ജീവിതത്തിൽ 3 കാര്യങ്ങൾ നേടണം. ഇതിനെ പറയാ ദുഃഖനിവൃത്തി. പറയൂ. അതായത് ദുഃഖങ്ങളൊന്നും ബാധിക്കരുത്. 2 സുഖവ്യാപ്തി. എന്താണ് സുഖവ്യാപ്തി? 3 ആത്മതൃപ്തി. എന്ത് വേണം? ഒരു സംതൃപ്തി. ഞാൻ ഇന്നലെ പറഞ്ഞേ, ആരുണ്ടെങ്കിലും കുഴപ്പമില്ല, ആരില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഡിസ്റ്റർബ്ഡ് അല്ല, ഞാൻ അപ്സെറ്റ് അല്ല, ഞാൻ ഡിപ്രസ്ഡ് അല്ല, ഞാൻ റിപ്രസ്ഡും അല്ല, ഞാൻ അല്പം പോലും ഡിസ്റ്റർബ്ഡ് അല്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിനെ അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുപോയി അതിൽ ലയിപ്പിച്ച് ഒരാനന്ദം അനുഭവിക്കാനുള്ളൊരു അനുഭവം. മനസ്സിലായില്ലേ? അതിലേക്ക് എത്തണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിലേക്ക് എത്താനാണ് നമ്മൾ ഈ നടത്തുന്ന പരിശ്രമം. ഭട്ടതിരിപ്പാട് നല്ല മനോഹരമായിട്ട് പറയും നാരായണീയത്തില്, നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം. നിങ്ങൾ നാരായണീയം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അറിയോ? എത്ര പേർക്ക് അറിയാം? അപ്പൊ നമുക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ ചൊല്ലാം. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. നമ്രാണാം സന്നിധത്തെ, നമിക്കുന്നവരുടെ മുന്നിൽ, ശരണാഗതി പ്രാപിക്കുന്നവരുടെ മുന്നിൽ, മനസ്സിനെ അർപ്പിക്കുന്നവരുടെ മുന്നിൽ, സന്നിധത്തെ സതതം. ഉള്ളിൽ ആരുണ്ട്? സതതം, എല്ലായ്പ്പോഴും സന്നിധത്തെ, സാന്നിധ്യമുണ്ട്. ആരുടെ? ഭഗവാന്റെ. ആരുടെ മുന്നിൽ? തന്നെ തന്നെ അർപ്പിക്കുന്നവരുടെ മുന്നിൽ, അല്ലാത്തവർക്കില്ല. നമ്രാണാം. ഭഗവാൻ എന്താ തരുന്നത്? പരമാനന്ദ സാന്ദ്രാം ഗതി. എന്താണ്? അങ്ങനൊരു ഗതി തരാനുള്ള ഭഗവാൻ എവിടെ ഉണ്ട്? ഉള്ളിലല്ല, ഉള്ളില്. എവിടെ ഉണ്ട്? ഉള്ളിലുണ്ട്. ഇത് പണ്ട് ഏതൊരു സ്ഥലത്തൊരു പ്രഭാഷണം പറഞ്ഞപ്പോ ഒരു ആചാര്യൻ പറയുന്നു, അങ്ങനെ ഭഗവാൻ സർവത്തിലുമുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോ ഒരു കുട്ടി ചോദിച്ചു, അപ്പൊ ഭഗവാൻ സോഡയിലുണ്ടോ? അതെന്താ പൊട്ട നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, സർവത്തിലുണ്ട് നീ അങ്ങ് പറഞ്ഞു. അദ്ദേഹം സർവം എന്ന് പറഞ്ഞതിന് ഈ പൊട്ടൻ കേട്ടത് സർബത്ത് എന്നാണ്. അപ്പൊ അവന്റെ ചോദ്യം സോഡയിലുണ്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയും? എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഉള്ളിയിലല്ല ഉള്ളത്, ഉള്ളിലുണ്ട്. ആ ഭഗവാനെ ആരാണോ ഉപാസിക്കുന്നത്, പരമാനന്ദ സാന്ദ്രാം ഗതി. എന്ത് കിട്ടും? വേണോ? പരമാനന്ദം പോട്ടെ, അല്പൊരാനന്ദം, അല്ലെ ചെറിയൊരാനന്ദെങ്കിലും വേണ്ടേ? എന്നാൽ അതിന് ശ്രമിക്കാതെ ക്ഷുദ്രം ചക്രവാടി അഭിലഷതി. എന്തിനീ നിസ്സാരങ്ങളായ സുഖത്തിന് വേണ്ടി കണ്ടവനെയൊക്കെ ചൊറിയാൻ പോണെന്നാണ്. മനസ്സിലായില്ലേ? എന്തിന് ജീവിതം തൊലയ്ക്കണം? എന്നിട്ടോ വ്യർത്ഥമർത്തിവ്രജോയം, ജീവിതം വ്യർത്ഥമാക്കുന്നുവല്ലോ. അപ്പം അനുഷ്ഠാനം വേണോ? പറയൂ. അങ്ങനെ ഒരു ജീവിതം കൊണ്ട് നടന്ന് അവസാനം ബ്രഹ്മപ്രാപ്തിയിലെത്തണം. എന്തിലെത്തണം? അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലാവുണ്ടോ? എന്ത്? പണ്ട് ഒരു സ്കൂളില് 6ാം ക്ലാസ്സില്
ടീച്ചർ മാത്സ് പഠിപ്പിക്കുകയാണ്. അപ്പൊ മാത്സിന്റെ ചില കാൽക്കുലേഷൻ ഒന്നും ചിലർക്ക് അങ്ങോട്ട് കയറില്ല തലയിൽ. അപ്പൊ ഒരുത്തൻ രാജു പറഞ്ഞ പയ്യൻ കയറുന്നേയില്ലേ തലയിൽ. രാജു മനസ്സിലായോ? ഇല്ല ടീച്ചറെ. ടീച്ചർ വശം കിട്ടു. എന്തു പറഞ്ഞു കൊടുത്താലും എന്റെ തലയിൽ കയറില്ല. ഒരു ദിവസം ഇവൻ പറഞ്ഞു, മനസ്സിലായി ടീച്ചറെ. ടീച്ചർക്ക് അന്നൊരു സന്തോഷത്തിന്റെ പരമാനന്ദ സാന്ദ്രം ഗതി. കാരണം ഇത്രയും ദിവസം മെനക്കെട്ടിട്ട് ഇവൻ ഇന്നാണ് ഒരു കാര്യം മനസ്സിലായത്. ടീച്ചർ കൈകൂപ്പി ചോദിച്ചു, രാജു എന്താടാ നിനക്ക് മനസ്സിലായത്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് മനസ്സിലാവില്ലാന്ന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇതുപോലെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്തോ മനസ്സിലായി. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയോണ്ട് കാര്യമില്ല. നമുക്കിതൊരു വ്യക്തത വേണം, വേണ്ടേ? അപ്പോഴാണ് ജീവിതത്തെ നമുക്ക് ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ആണോ അല്ലയോ? ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അല്ലെങ്കിലോ ചില ആളുകളുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നവരുണ്ട്. ചില ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ, ഇപ്പം നിങ്ങൾ ഡൽഹിക്ക് പോകണം, അപ്പൊ അവിടെ കോട്ട അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒക്കെ ജംഗ്ഷനാണ്. അപ്പൊ ജംഗ്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും? അങ്ങോട്ടും ട്രെയിൻ നിർത്തിയിട്ടുണ്ടാവും, പ്ലാറ്റ്ഫോമിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ട്രെയിൻ ഉണ്ടാവും. നിങ്ങളെന്തോ വാങ്ങിക്കാൻ പോയി ഓടി വരുമ്പോഴേക്കും നിങ്ങൾക്ക് മാറിപ്പോ ഇത് അങ്ങോട്ടാണോ തല ഇങ്ങോട്ടാണോ? ഇതിന്റെ തല കാണില്ല. ഇതേത് ഭാഗത്തുനിന്നാണ് നമ്മൾ കയറിയതെന്നാണ്. നിങ്ങളറിയാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വണ്ടിയിൽ കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുമോ? നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വരും. പിന്നെയാണ് നിങ്ങൾ മനസ്സിലാവും, അയ്യോ ഒരുത്തൻ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ പോവാണ്. അപ്പൊ ഗുരുവായൂരിന്ന് 6 മണിക്ക് ട്രെയിൻ ഉണ്ട് അല്ലേ? ഈ പഹയൻ എന്താ വെച്ചാൽ മോളത്തെ ബർത്ത് കയറി സുഖമായിട്ട് ഉറങ്ങി. രാവിലെ അല്ലേ, പുലർച്ചെയല്ലേ. ഗുരുവായൂരിൽ ട്രെയിൻ 1/2 മണിക്കൂർ നിർത്തി തിരിച്ചു പോന്നു. ഈ പൊട്ടൻ എണീറ്റില്ല. ഒരു തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടാണ് ബോധം വന്നത്. അപ്പൊ താഴെയുള്ള ആളോട് എത്തിയോന്ന് പറഞ്ഞു, എത്തിയിട്ടില്ല എന്ന്. അപ്പൊ മുകളിലുള്ള ആള് ചോദിക്കുക, എങ്ങോട്ടാ? നിങ്ങളെങ്ങോട്ടാണ്? ഞാൻ എറണാകുളത്തേക്കാണ്. ദൈവമേ, ട്രെയിൻ മാറിപ്പോയോ? അപ്പൊ ഈ താഴെയുള്ള ആളോട് ചോദിച്ചു, ഈ ട്രെയിൻ എങ്ങോട്ടാണ്? ഇത് എറണാകുളത്തേക്കാണെന്ന്. അപ്പൊ അദ്ദേഹം ഗുരുവായൂരപ്പനോട് പറയാം, അത്ഭുതമാണല്ലോ ഗുരുവായൂരപ്പ, മുകളിലത്തെ ബർത്ത് ഗുരുവായൂരിലേക്കും താഴത്തെ സീറ്റ് എറണാകുളത്ത്. ഇതെന്തൊരു അത്ഭുതം ഇത്! അയാളുടെ വിചാരം മുകളിലത്തെ ബർത്ത് ഗുരുവായൂരിലേക്കാ പോണെന്നാണ്. ഈ പൊട്ടനറിയില്ലേ ട്രെയിൻ നിർത്തി 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. എന്തു പറയും? ഇതുപോലെ നമ്മുടെ അവസ്ഥ അതാണ്. ബ്രഹ്മപ്രാപ്തിയിലേക്ക് കയറിയ നമ്മളിപ്പം ബ്രഹ്മപ്രാപ്തിയിലേക്ക് പോവുകയാണ്. ബ്രഹ്മപ്രാപ്തിയിലേക്ക് കയറിയ നമ്മള് ബ്രഹ്മത്തിന്റെ പ്രാപ്തിയിലേക്ക് പോവുകയാണ്. ഏത് പ്രാപ്തിയാ വേണ്ടത്? ബ്രഹ്മോ. അതാണിപ്പം. ഏത് പ്രാപ്തി വേണം? ബ്രഹ്മപ്രാപ്തി വേണം. ഇത് നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും, ഭാഗവതത്തിലെ വരികൾ ഇങ്ങനെയാണ്, ശ്രീകൃഷ്ണ തൊൽപദോപാസനമപയതമം. നാരായണീയം 91 ദശകം 1 ശ്ലോകം. നാരായണീയം 91:1. ശ്രീകൃഷ്ണ തൊൽപദോപാസനമപയതമം ബദ്ധമിത്യാത്തദൃഷ്ടേ മർത്യസ്യാർത്യസ്യ മന്യേ വ്യപസരതി ഭയം. ആരെയിലുണ്ടോ പുസ്തകം? ആരെയിലെങ്കിലും ഉണ്ടോ പുസ്തകം? നാരായണീയം 91:1. ചൊല്ലു. ശ്രീകൃഷ്ണ തൊൽപദോപാസനമപയതമം ബദ്ധമിത്യാത്തദൃഷ്ടേ മർത്യസ്യാർത്യസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യൽതാവത് ത്വൽപ്രണീതാനിഹ ഭജനവിധിൻ ആസ്തിതോ മോഹമാർഗേ ധാവന്നപ്യാഭൃതാക്ഷസ്കലതിന കുഗതിൽ ദേവദേവ കിലാത്മൻ. ധാവൻ നേത്രേ, ധാവൻ നേത്രം കെട്ടിയിട്ട് ധാവൻ ഓടിയാലും സ്കലദിന കുകജിൽ എന്തില്ല? അടിതെറ്റി വീഴില്ല. കാരണം ശ്രീകൃഷ്ണ തൊൽപദോപാസനം. മനസ്സ് മുറുകെ പിടിച്ചു. ആരുടെ പാദം?
ബ്രഹ്മപ്രാപ്തി. അങ്ങനെയുള്ളവര് ഒരിക്കലും ജീവിതത്തിന്റെ പാതയിൽ നിന്നും വഴിതെറ്റി പോവില്ല. ധാവന്നപ്യാവൃതക്ഷ സ്ഖലദിന കുകജിൽ ദേവദേവാഖിലാത്മന്ത്ര. മനോഹരാണ്, നോക്കൂ അല്ലെ, സുന്ദരല്ലേ? ഇതാണ് ജീവിതം. ഇത് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട്. നിങ്ങൾ നോക്കൂ, ഈ സൈക്കിളിലൊക്കെ നല്ല അഭ്യാസം കളിച്ച പിള്ളേര് നിങ്ങൾ ചിലപ്പോൾ കണ്ടില്ലേ, കുറുമ്പിലെ കുറുമ്പ്, കൈയൊക്കെ വിട്ട് ചിലപ്പോൾ കാലൊക്കെ വിട്ട് ഇല്ലേ, ആ ഒരു സ്പീഡിൽ അങ്ങനെ പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ഉണ്ടോ? അവർക്ക് അത്ര ആ സൈക്കിളിന്റെ മുകളിൽ ബാലൻസ് ഉള്ളത് കൊണ്ട് വീഴോ? ഇല്ല, അവർ വീഴില്ല. ആ ഒരു കോൺഫിഡൻസ്. ഇതുപോലെയാണ് ശ്രീകൃഷ്ണ തൽപതൂപാസനം അഭയതമം ബദ്ധമിത്യാർത്ഥ ദൃഷ്ടേ ഞാൻ ആ ശ്ലോക ചൊല്ലണത്. മർത്യസ്യാർത്യസ്യ മന്യേ വ്യപസരതി ഭയം ഏന സർവാത്മനൈവ യൽതാവൽത്വൽപ്രണീതാനിഹ ഭജന വിധിൻ ആസ്തിതോ മോഹമാർഗൈ ധാവന്നപ്യാവൃതക്ഷസ്കലദിന കുകജിൽ ദേവദേവാഖിലാത്മൻ. അപ്പൊ നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള സകല ശക്തിയും എവിടെ ഉണ്ട്? ഉള്ളിലുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ശക്തി പുറത്തല്ല, എവിടെയുണ്ട്? അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കില്ല. നിങ്ങളുടെ വിചാരം എൻ്റെ ഭർത്താവാണ് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ മക്കളാണ്. അതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന, അതിനേക്കാൾ നിങ്ങളെ കരുതുന്ന ഒരു ശക്തി എവിടെയുണ്ട്? അതാണ് നിങ്ങൾ രാവിലെ ഉണർത്തെഴുന്നേൽക്കാൻ കാരണം. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനസ്സ് നിങ്ങളത്ര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. നമുക്ക് രാത്രികളിൽ ഉറക്കമില്ലാതെ പോയാൽ മരിച്ചു പോയിട്ടുണ്ടാവും, നമ്മള് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം രാത്രിയിൽ ഉറക്കം വേണ്ടേ? ആ ഉറക്കത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന നിങ്ങളാണോ? സ്വയം ചോദിക്കൂ, നിങ്ങൾ ആണോ? മനസ്സിലായില്ല? എല്ലാ ചിന്തകളും കെട്ടടങ്ങണം. ചിന്തകൾ കെട്ടടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ചിന്തകളെല്ലാം ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. എവിടുന്ന്? ഇന്ദ്രിയങ്ങളിൽ നിന്ന്. അപ്പൊ സ്പർശത്തിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് തൊട്ടാൽ അറിയാത്തത്. കണ്ണിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് നമ്മൾ ഒരു ചിന്തകളൊക്കെ വിട്ടുപോകുന്നത്. മനസ്സിലായില്ലേ? ഉണ്ടോ? അങ്ങനെ നിങ്ങളുടെ കണ്ണടച്ചാലും ഉള്ളിലൊരു ഉറക്കം വരാനുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? അത് ആ ഉറക്കത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന നിങ്ങളാണോ? മനസ്സിലായില്ല? നിങ്ങളാണോ? അല്ല. ഒരു ശക്തി നമ്മളോട് കാരുണ്യം കാണിക്കുന്നില്ലേ? ഇതുപോലെ നിങ്ങളല്ല ആലോചിച്ച് നോക്കൂ. അനസ്തീഷ്യ എന്ന് പറയുന്ന ബോധം കെടുത്താനുള്ള മരുന്ന് അല്ലേ? അത് കൊടുത്ത് അത് കൃത്യം ഡോസേജ്, ടെസ്റ്റ്, അലർജി, തേങ്ങ മാങ്ങൊക്കെ നോക്കണം. വേണ്ടേ? ഡോസ് കൂടിപ്പോയാലോ? ഡോസ് കുറച്ച് കൂടിപ്പോയാലോ? കോമയിലാണ്. പിന്നെ എപ്പം ആള് തിരിച്ചു വരും എന്നുള്ളത് ഒരു പിടിയില്ല. ഉണ്ടോ? മനസ്സിലാവുണ്ടോ? രാത്രി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോമയിലല്ലേ? ആണോ? എന്നാ കൃത്യം രാവിലെ എന്താ നോക്കൊരു അത്ഭുതമല്ലേത് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിലോ? നമ്മുടെ സ്വഭാവം തന്നെ ഉള്ളിലുള്ള ഭഗവാനും തോന്നിയാലോ? ഒരു വാശി. ചിലർ പറയില്ലേ, ഞാൻ വിട്ടുകൊടുക്കില്ല, ഒരു ഇഞ്ച് വിട്ടുകൊടുക്കില്ല. ഭഗവാനും പറയാം, ഞാൻ ഉണർത്താൻ പോണില്ല എന്ന്. എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും കാരുണ്യം നമ്മളോട് കാണിക്കണ്ട. ഉണ്ടോ? കാരുണ്യൽ കാമമന്യം ദദതി ഖലുപരേ സ്വാത്മതസ്ത്വം വിശേഷ ഐശ്വര്യാദീശ്വരന്യേ. 1-ാം ദശകം 8-ാം ശ്ലോകം. 1-ാം ദശകം 8-ാം ശ്ലോകം ഇല്ലേ? കാരുണ്യൽ കാമമന്യം ദദതി ഖലുപരേ സ്വാത്മതസ്ത്വം വിശേഷ ഐശ്വര്യാദീശ്വരന്യേ ജഗതി ഭരതനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യ ത്വം ച ആത്മാരാമ ത്വം ച ആത്മാരാമയേവേതി അതുല ഗുണഗണാ ധാരശൗരേ നമസ്തേ. ത്വം ആത്മാരാമ ഏവ. അവിടുന്ന് ആരാണ്? ഞങ്ങളുടെ ആത്മാരാമനാണ്. അതുകൊണ്ടോ
കാരുണ്യം അവിടുന്ന് ഞങ്ങളോട് ചൊരിയണോ. എങ്ങനെ? സ്വാത്മനോ ഈശ്വരൻ, ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവായി ഈശ്വരനായി ഞങ്ങളോട് കാരുണ്യം ചൊരിയുന്നു. മനസ്സിലാവുണ്ടോ നിനക്ക്? അപ്പൊ അങ്ങനെയുള്ളൊരു ഭഗവാൻ, എൻ്റെ ഉള്ളിൽ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന ഭഗവാനെ തിരിച്ച് സ്നേഹിക്കേണ്ട ഒരു നന്ദി ആർക്കുണ്ടാവണം? അതിനാണ് ഞാൻ നാമം ചൊല്ലുന്നത്. അപ്പൊ നാമം ചൊല്ലാത്തവർക്കൊന്നും എന്തില്ല? നന്ദിയില്ല. നന്ദി കെട്ടവരാണ്. എന്തില്ല? അവനവനോട് കാരുണ്യം കാണിക്കുന്ന ഭഗവാനോട്, സ്നേഹം കാണിക്കുന്ന ഭഗവാനോട് തിരിച്ചൊരു എന്തു വേണം? നന്ദി വേണം. അതിനെന്ത് വേണം? ഭഗവാനോട് എങ്ങനെയാ നന്ദി കാണിക്കുക? താങ്ക് യു പറയുന്നല്ലോ. ഭഗവാനോട് ഇപ്പൊ എങ്ങനെയാ നന്ദി പറയുക? അതിനാണ് നാമജപം. അപ്പൊ നാമം ജപിക്കാത്തവർക്ക് എന്തില്ല? നന്ദി കെട്ടവര്. ഇവിടെ ഇപ്പൊ ആരും ഉണ്ടാവില്ല, എനിക്കറിയാം. ഞാൻ ഇത്രയും പരസ്യമായിട്ട് പറയുമ്പോ ഒരു ധൈര്യമൊരു അല്ലേ? നാമം ചൊല്ലാത്തവരാരും ഉണ്ടാവുമോ? കാതുപോയി. നാമം ചൊല്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഇപ്പൊ എല്ലാവരും നല്ലവരാണ്. ആരാ നിങ്ങൾക്കറിയാം? നാമം ചൊല്ലിയില്ലെങ്കിൽ നമ്മൾ ആരാവും? നന്ദി കെട്ടവരാവും. അപ്പൊ നമ്മൾ ആരായി തീരണം? ഇനിയിപ്പൊ നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോളൂ, മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായി? നാമം ചൊല്ലിയാലേ ഭഗവാനോട് നന്ദിയുള്ളവരായി ഞാൻ മാറുള്ളൂ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ? ഭഗവാൻ അത്രയേ വേണ്ടു. ഭഗവാൻ പറയണത്, ഏതൊരു ഭക്തൻ എന്നെ ഭജിക്കുന്നോ അവരോടാണ് എനിക്ക് പ്രിയം. ഗീത 10:10. ആരോടാണ് ഭഗവാൻ ഏറ്റവും പ്രിയം? ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക? തേഷാം സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി തേ. തേഷാം, ആരാണോ പ്രീതിപൂർവകം ഭജതാം. എങ്ങനെ ഭജിക്കണം? പ്രീതി അടുത്തിരുത്തി ഭജിക്കണം. ആണോ? എന്താ അത്? പ്രീതി അടുത്തിരുത്തി ഭജിക്കാനാണോ പറഞ്ഞത്? പ്രീതിപൂർവകാണ്. എന്താ പ്രീതിപൂർവകം? പ്രീതിയോടുകൂടി ഭജിക്കുക പറഞ്ഞാൽ എന്താ? ഇത്തിരി പ്രീതി വേണം എന്നൊക്കെ പറയില്ലേ? പ്രീതി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇത്തിരി ഒരു പ്രേമത്തോടെ, ലയത്തോടെ, അല്ലേ? ഇത്തിരി പ്രീതിയോടെ. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? നിങ്ങൾ നോക്കൂ, കുട്ടികളോട് നിങ്ങൾ പ്രീതി കാണിക്കുമ്പോൾ ഏത് ഇഷ്ടമില്ലാത്ത സാധനം അവർക്ക് ഉണ്ടാവുമോ? ഇപ്പൊ ചില കുട്ടികൾക്ക് ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. ഉണ്ടോ? അപ്പൊ നിങ്ങൾ അടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് പോയി പണി നോക്കാൻ പറയാ. എന്നാ മോനെ കുട്ടാ, നമ്മക്ക് തലവേദനയായിരുന്നടാ, ഇന്നൊരു നീ ഇന്നതെടുത്ത് കഴിക്കണം, ഭയങ്കര തലവേദന വന്നോണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ദോശ ഉണ്ടാക്കി തന്നിരുന്നു, അല്ലെ എന്നൊക്കെ പറഞ്ഞ ഒരു സോപ്പിടുമ്പോ അപ്പൊ എന്ത് ചെയ്യും? അവനിഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും എന്ത് ചെയ്യും? കഴിക്കൂല്ലയോ? ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ഭർത്താവിനോട് ഇത്തിരി പ്രീതിയോടുകൂടി പറയാം, ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് ഇന്നലത്തെ സാമ്പാർ ബാക്കിയുണ്ട്, അതൊന്ന് ചൂടാക്കി കഴിച്ചോളൂ പറഞ്ഞാൽ ആളെടുത്ത് കഴിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കഴിക്കുമ്പോൾ പറയാ, അത് ഇന്നലത്തെ ആയിരുന്നില്ല, മിനിയാന്നത്തെ ആയിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. ആൾക്ക് നിങ്ങൾ പറയുന്ന രീതിയിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആണോ? നേരെ മറിച്ച് നിങ്ങൾ പറയാണ്, ഇന്ന് എനിക്ക് സാമ്പാർ, ഇന്നൊരു കടയുന്നുണ്ടാക്കാൻ സമയം ഉണ്ടായില്ലേ, വേണേ എടുത്ത് കഴിച്ചോ എന്ന്. അവിടെ മഹാഭാരതം തുടങ്ങോ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ തുടങ്ങോ? അപ്പൊ ഏത് രീതിയിൽ പറയണം? പറയൂ. പ്രീതിയോടെ. ഭഗവാൻ ഇത്രേ വേണ്ടു. എങ്ങനെ വേണം? പ്രീതിയോടെ. അപ്പൊ ഒരു ചടങ്ങ് പോലെ അങ്ങോട്ട് നാരായണ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രീതിയോടുകൂടി വേണ്ടേ? ഒരു അമ്മയെ, അവർക്ക് ഭർത്താവിനോട് എന്നും പ്രശ്നമാണ്. ഭർത്താവ് അങ്ങനത്തെ ഒരു മൂരാഴ്ചയാണ്. ഏത് കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ഒരു ബോംബാണ് അയാള്, പൊട്ടിത്തെറിക്കും. എന്തെങ്കിലും പറയുമ്പോഴേക്കും കോമരത്തിന്റെ കഴിഞ്ഞ ജന്മം കോമരായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവര് ചോദിച്ചു, എന്റെ ഭർത്താവിനോട് സംസാരിക്കുമെങ്കിൽ കലി വരും, എന്താ അതിന് വഴി? അപ്പം ആരും ഇവർക്ക് പല ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. ഒന്ന് പറഞ്ഞത് എന്താണ്? ദേഷ്യം വരുമ്പം 1 മുതൽ 10 വരെ എണ്ണാൻ. നടക്കണ കാര്യമില്ലേ? അവർക്കതൊന്നും മനസ്സിലങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ഭർത്താവ് ചീത്ത പറയുമ്പോഴേക്കും ഇങ്ങനെ 120 ഡിഗ്രി സെൽഷ്യസിലാണ് തിളച്ചു പോകണത്.
അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു മന്ത്രം ചൊല്ലിക്കോളൂ. ഏത് മന്ത്രം? രാമരാമ ചൊല്ലിക്കോളൂ. പിന്നെ ആ അമ്മ എന്നോട് പറഞ്ഞത്, ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. അപ്പം ചോദിച്ചു, എന്താ നാമം ചൊല്ലിയിട്ട് ഏറ്റില്ലേ എന്ന്. ഏറ്റു സ്വാമി, പക്ഷെ അതിലേറെ ഏറ്റു എനിക്ക് എന്ന്. അതെന്തുണ്ടായി? ഇവരെന്താ വെച്ചാൽ അന്നെന്തോ ഭർത്താവിനോട് ഉടക്കി, ഇവർക്ക് ഓർമ്മ വന്നു, എന്ത്? രാമരാമ. ഇവരെന്ത് വെച്ചാൽ ഭർത്താവിന്റെ മുഖത്ത് രാമരാമ രാമരാമ, ഈ പല്ലൊളിച്ച് കാട്ടി രാമരാമ. ഒറ്റ പൊട്ടിക്കല മനുഷ്യൻ. കാരണം അയാൾക്കിത് രാമനാമായിട്ടല്ല തോന്നി, എന്തോ ചീത്ത വാക്കെന്തോ, എന്തോ ഇവളെ എന്നെ ചീത്ത വിളിക്കുക അല്ലേ. ഒരാളുടെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുന്നത് നാമജപാണെന്നുള്ളത് അല്ലേ? ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ല. അപ്പൊ ഒരു ചടങ്ങു പോലെ യാന്ത്രികമായി നാമം ചൊല്ലിയിട്ട്, അതാണ് ഇപ്പൊ കുട്ടികളൊക്കെ ചെയ്യണത്. അമ്പലത്തിൽ പോകും, പെറുപുറത്തിട്ട് എന്താ കാര്യം? പ്രീതിപൂർവകം. എന്താണ്? അതുകൊണ്ട് വെപ്രാളപ്പെട്ട് നാമം ചൊല്ലരുത്. മനസ്സിലായില്ലേ? വെപ്രാളപ്പെട്ടിട്ട് അമ്പലത്തിൽ പോകരുത്. ശാന്തം ഉപാസി. എന്താണ്? ചടങ്ങ് പോലെ. ചിലരുടെ വിചാരം എന്താ അറിയോ? ഓ, ഞാൻ മുടങ്ങാതെ തൊഴുന്നുണ്ട് എന്നാണ്. ഈ വെപ്രാളപ്പെട്ടിട്ട് നിങ്ങൾ മുടങ്ങിയാലും കുഴപ്പമില്ല. വെപ്രാളാണ് പ്രശ്നം. അപ്പൊ ശാന്തം ഉപാസീത. എന്താണ്? നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, ചില ആളുകൾക്കുണ്ടല്ലോ ഈ വെപ്രാളാണ്. അവർക്ക് ആ ഉള്ളിൽ കയറി തൊഴുതു പോയാലേ തൊഴുതലാവുള്ളൂ, തൊഴുതു എന്നുള്ള വരുള്ളൂ. നിങ്ങൾ അതിന് പകരം ഒരു 10 മിനിറ്റ് പുറത്തിരുന്നോളൂ, ഭഗവാൻ അവിടെ വരും. ഉപാസിക്കുന്നവന്റെ കൂടെയാണ് ഭഗവാൻ. പ്രീതിപൂർവകം വദതാം ബുദ്ധിയോഗം ദദാമി. ഞാൻ അവർക്ക് ബുദ്ധി, കരുത്ത്, ശക്തി, മനസ്സിലായില്ലേ, കൊടുക്കും. ആർക്ക്? തൊഴുതു പോകുന്നവർക്കല്ല. ആർക്കാണ്? പ്രീതിപൂർവകം ഭജത. മനസ്സിലായില്ലേ? വെപ്രാളപ്പെട്ട് തൊഴുന്നതിലല്ല കാര്യം. മനസ്സിലാവുണ്ടോ? നിനക്ക് മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ഉള്ളിൽ ഉറപ്പിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഭജിക്കുന്നിടത്തേക്ക് നാഹം വസാമി വൈകുണ്ഠേന യോഗിനാം ഹൃദയേപിവ എത്ര ഗായന്തി മദ്ഭക്താ തത്ര തിഷ്ഠാമി നാരദ. എവിടെയാണോ ഭക്തന്മാര് ഭജിക്കുന്നത് അവിടെ ഞാൻ എത്തിച്ചേരും. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ളൊരു ഭക്തിയിലേക്കാണ് നമ്മൾ മാനസികമായി ഉയരേണ്ടത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ മെനക്കെട്ടാൽ സാധിക്കും. ദുഃഖം നിവൃത്തമാവണം, സുഖം വ്യാപ്തമാവണം, ആത്മതൃപ്തി വേണം. ഗീതയിൽ 3:11 പറയും, യസ്ത്വാത്മരതിരേവസ്യാൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേ ആത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ആത്മതൃപ്തി, ആത്മതുഷ്ടി, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാൻ എന്ത് വേണം? നാമജപത്തിൽ രുചി വേണം. ഏതിൽ രുചി വേണം? യസ്തു ആത്മരതിരേവസ്യാൽ എത്രാമത്തെ ശ്ലോക ഞാൻ പറഞ്ഞത്? കിട്ടിയോ? അതാണോ? യസ്ത്വാത്മരതിരേവസ്യാൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേ ആത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. 3-ാം അധ്യായത്തിൽ 21-ാം ശ്ലോകമാണ് തോന്നുന്നത്. 21 3-21 തെറ്റി. 17 സോറി, 3-17. 3-17 യസ്ത്വാത്മരതിരേവസ്യാൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേ ആത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അവനവന്റെ അനുഷ്ഠാനത്തിലൊരു രുചി, ലയം, രസം ഇത് വന്നാൽ തസ്യ കാര്യം ന വിദ്യതേ. അവരുടെ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട. ഞാൻ അവരെ അനുഗ്രഹിക്കും, ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പൊ നാമത്തിൽ രുചി വേണം. ഏതിൽ? അങ്ങനെ അതിൽ കുറച്ചു നേരം അലിഞ്ഞു ചേരണം. ഇത് നിങ്ങൾ ശീലിച്ചെടുക്കണം. മനസ്സിലായില്ലേ? അതാണ് ആത്മീയത. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മൾ വിട്ട് വെറുതെ അന്ധമായി തൊഴുതുപോയി അങ്ങനെ ഒരു ഭക്തി ഉണ്ടാക്കിയത് കൊണ്ട് പറയൂ ഒരു കാര്യമില്ല. മനസ്സിലായില്ല? അതാണ് സത്യം.